വളരെ മോശമായ രീതിയിൽ, മ്ലേച്ഛമായ രീതിയിൽ എൻ്റെ ഭാര്യ സമൂഹത്തിന് അപമാനമായ രീതിയിലുള്ള ടീച്ചറാണെന്നും ആ ടീച്ചർ ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ AEOന് കത്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഭാര്യക്കെതിരെ. ഒരു അധ്യാപികയാണ്, അവിടുത്തെ കുട്ടികളാണ് ഇതിൽ ബലിയാടാകുന്നത്. കുട്ടികളെ വിദ്യാഭ്യാസം അവിടെ നടക്കുന്നില്ല. രാത്രി 11:30 മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഒരു അധ്യാപികയുണ്ട്, അധ്യാപികയുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, അവിടെ ഒരു അധ്യാപികയുണ്ട്, ആ അധ്യാപികയോട് സംസാരിക്കാനോ മിണ്ടാനോ കൂടെ നടക്കാനോ പാടില്ല എന്ന് പറഞ്ഞു. ആ സമയം തന്നെ ഞാൻ മറുപടി കൊടുത്തു അയാൾക്ക്, അതെനിക്ക് പറ്റില്ല. എല്ലാ ടീച്ചേഴ്സും പ്രവർത്തിക്കുന്നത് ഇവർക്ക് പേടിച്ചിട്ടാണ്. ഈ മാനേജ്മെന്റിന് ഈ HMനെയും പേടിച്ചിട്ട് മാത്രമാണ് അവരിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. സ്കൂൾ മാനേജ്മെന്റിലെ ചില വ്യക്തികളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്തതിന്റെ ഭാഗമായി തന്റെ ഭാര്യയ്ക്ക് സ്കൂളിൽ വലിയ മാനസിക പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നു എന്ന പരാതിയുമായി ഒരു അധ്യാപികയുടെ ഭർത്താവാണ് ഇന്ന് നമ്മളെ സമീപിച്ചിരിക്കുന്നത്. ഈ വ്യക്തിയുടെ ഭാര്യ മാനന്തവാടി ഉപജില്ലയ്ക്കകത്തുള്ള ഒരു സ്കൂളിലെ ഹിന്ദി അധ്യാപികയായിട്ട് 2022 ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു. ഈ സമയത്ത് ഈ സ്കൂളിലെ മാനേജ്മെന്റിന്റെ കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഈ സ്ത്രീയെ, അതായത് ഈ അധ്യാപികയെ വിളിക്കുകയും സ്കൂളിലെ മറ്റൊരു അധ്യാപികയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാവാൻ പാടില്ല, അവരുമായി സംസാരിക്കുകയോ അടുത്തിടപഴകുകയോ പോലും ചെയ്യരുത് എന്നുള്ള തരത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിലൊരാളെ മാറ്റി നിർത്താൻ തനിക്ക് സാധിക്കുകയില്ല എന്നിവർ പറഞ്ഞതിന്റെ ഭാഗമായി ഈ മാനേജ്മെന്റ് കറസ്പോണ്ടന്റും മാനേജ്മെന്റിലെ മറ്റംഗങ്ങളും ചേർന്ന് ഈ ഭാര്യയ്ക്ക്, അതായത് ഈ തന്റെ ഭാര്യയ്ക്കെതിരായിക്കൊണ്ട് അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും തന്റെ ഭാര്യയുടെ ജോലി തടസ്സപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിയായ രഘുനാഥ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെയായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. തന്റെ ഭാര്യയ്ക്ക് സ്കൂളിൽ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് രഘുനാഥ് നമ്മളോട് വിവരിക്കുന്നു. AUP സ്കൂളിനെതിരായിക്കൊണ്ട് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ചേട്ടൻ ഉന്നയിക്കുന്നത്, അല്ലെ? അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പരാതികൾ ഉയരുന്നുണ്ട്. എന്താണ് ഇത്തരത്തിൽ ഈ പരാതിയിലേക്ക് നയിച്ചൊരു സാഹചര്യം? പ്രത്യേകിച്ച് എൻ്റെ വൈഫ് അവിടെ ഹിന്ദി ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് 1/6/22 മുതൽ. നിരവധി ഉപദ്രവങ്ങൾ HMന്റെ ഭാഗത്തു നിന്നും മാനേജറുടെ ഭർത്താവ് ഭാഗത്തു നിന്നും, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന AEO ഓഫീസിന്റെ ഭാഗത്തു നിന്നും എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ അവിടെ എൻ്റെ വൈഫ് സസ്പെൻഷനിലാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഇപ്പം പ്രസന്റിൽ പിന്നെയും ഹൈക്കോടതിയിൽ ഇവർ പോയി പുതിയൊരു കേസ് കൊടുത്ത് പിന്നെയും എൻ്റെ വൈഫിനെ സസ്പെൻഷൻ സ്റ്റേ ചെയ്തിട്ടാണുള്ളത്. ഇപ്പോഴും സസ്പെൻഷൻ നിലനിൽക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ അവിടെ ബോഗസ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരു സസ്പെൻഷൻ ഓർഡർ ഉണ്ടായിരുന്നു. അവിടുത്തെ ടീച്ചർക്കും അവിടുത്തെ 2 ടീച്ചേഴ്സിനും എതിരായിട്ട് ഒരു സസ്പെൻഷൻ ഓർഡർ 48 മണിക്കൂറിനുള്ളിൽ ഒരു സസ്പെൻഷൻ ഓർഡർ ഉണ്ടായിരുന്നു. 19/5/2025 ഓർഡർ കൊടുത്താണ്. 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ DPI ഉള്ള ഓർഡറാണ്, AEO നിർദ്ദേശം കൊടുത്താണ്. പക്ഷെ നാളിതുവരെ ആയിട്ടും ഏകദേശം 90 ദിവസമായിട്ടും അതിനെതിരെ ഒരു നടപടി പോലും എടുത്തില്ല. ഇതിനെതിരെ DPI, മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, വിജിലൻസ് ഡയറക്ടർ, വിജിലൻസ് സെക്രട്ടറി, എല്ലാ മേഖലയിലും ഞാൻ പരാതി കൊടുത്തിട്ട് ഇത്രയും ദിവസമായിട്ട് എനിക്കൊരു മറുപടി പോലും ആരും തന്നിട്ടില്ല. അതായത് ഇപ്പം ചേട്ടൻ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ സ്കൂളിലെ ഹെഡ് മിസ്ട്രസിനും 2 അധ്യാപകമാർക്കും എതിരായിട്ടൊരു സസ്പെൻഷൻ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. അത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അതേസമയം താങ്കളുടെ ഭാര്യക്കെതിരായിട്ടുള്ള നിരവധിയായിട്ടുള്ള സസ്പെൻഷനുകൾ വരികയും ചെയ്യും. അതെ, നിരവധി ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രീതികളിലും അവിടെ PTA കമ്മിറ്റി മുതൽ, PTA കമ്മിറ്റിയുള്ള അംഗങ്ങൾ മുതൽ വളരെ മോശമായ രീതിയിൽ, മ്ലേച്ഛമായ രീതിയിൽ എൻ്റെ ഭാര്യ സമൂഹത്തിന് അപമാനമായ രീതിയിലുള്ള ടീച്ചറാണെന്നും ആ ടീച്ചർ ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ AEOന് കത്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഭാര്യക്കെതിരെ. എൻ്റെ ഭാര്യ മാനസികമായിട്ട് തകർന്നു കിടക്കുകയാണ്. ഒരു അധ്യാപികയാണ്, അവിടുത്തെ കുട്ടികളാണ് ഇതിൽ ബലിയാടാകുന്നത്. കുട്ടികളെ വിദ്യാഭ്യാസം അവിടെ നടക്കുന്നില്ല. ഇങ്ങനെ നിരവധി ഉപദ്രവങ്ങൾ ഈ മാനേജറുടെ ഭർത്താവായ കറസ്പോണ്ടന്റായ അവിടുത്തെ HMഉം AEO ഓഫീസിലുള്ള സപ്പോർട്ടും, അവിടുത്തെ AEO സൂപ്രണ്ടിന്റെ നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന മേഡാണ്. നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് ഞാൻ നല്ലോണം വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു വെറുതെ നമ്മൾ ഒരാൾക്കെതിരായിട്ട് ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു ഭാര്യക്കെതിരായി കൊണ്ട് ഇങ്ങനെ സസ്പെൻഷനും അല്ലെങ്കിൽ പറയുന്ന ദുരനുഭവം ഭാര്യയ്ക്ക് ഉണ്ടാവുന്നതിന്റെ പറയുന്ന കാരണം എന്താണെന്നാണ് കരുതുന്നത്? കാരണം ഞങ്ങൾ 1/6/22 എൻ്റെ വൈഫ് അവിടെ ഹിന്ദി ടീച്ചറായിട്ട് ജോയിൻ ചെയ്ത് ഒരു 15 ദിവസം കഴിയുമ്പോൾ ഈ മാനേജറുടെ ഭർത്താവായ വിളിച്ചിട്ട് എന്നോട് രാത്രി 11:30 മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഒരു അധ്യാപികയുണ്ട്, അധ്യാപികയുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, അവിടെ ഒരു അധ്യാപികയുണ്ട്, ആ അധ്യാപികയോട് സംസാരിക്കാനോ മിണ്ടാനോ കൂടെ നടക്കാനോ പാടില്ല എന്ന് പറഞ്ഞു. ആ സമയം തന്നെ ഞാൻ മറുപടി കൊടുത്തു അയാൾക്ക്, അതെനിക്ക് പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾ ചെയ്തിരിക്കില്ല, നിങ്ങൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടേണ്ടി വരും, നിങ്ങൾ എല്ലാ കാര്യത്തിലും. ഞാൻ വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. അതായത് ആ സ്കൂളിൽ തന്നെ ജോലി ചെയ്യുന്ന
ഒരു അധ്യാപികയോട് സംസാരിക്കുന്നതിൽ എന്താണ് ഇത്ര വലിയ പ്രശ്നം അത് കാണുന്നത്? അത് ആ ടീച്ചർക്ക് അവിടെ ഒരു വിലക്കാണ്. ഒരു വിലക്ക് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ടീച്ചർ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ എല്ലാ ടീച്ചേഴ്സും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ടീച്ചേഴ്സും പ്രവർത്തിക്കുന്നത് ഇവർക്ക് പേടിച്ചിട്ടാണ്. ഈ മാനേജ്മെന്റിന് ഈ HM-നെയും പേടിച്ചിട്ട് മാത്രമാണ് അവരിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെന്തെങ്കിലും ഒരു സപ്പോർട്ട് ഇവർക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ സമയം തന്നെ ഇതേ അനുഭവം ആ ടീച്ചേഴ്സിന് ഉണ്ടാവുന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് അവരൊരു കാരണവശാലും അവർക്കെതിരെ സംസാരിക്കില്ല. അപ്പൊ താങ്കളുടെ ഭാര്യ ഈ വിലക്ക് ലംഘിച്ച് ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. ടീച്ചറോട് സംസാരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നിരന്തരം ഇവർ ആക്രമിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്ത് 6 മാസത്തിന് ശേഷം AU ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇവക്ക് ആവശ്യമായ ഒരു പേപ്പറുകളും AU ഓഫീസ് കൊടുത്തിട്ടില്ല. പേപ്പർ റിജക്റ്റ് ആണ്. അതിനുശേഷം ഒരുപാട് കേസും പോലീസ് കേസുമായിട്ട് നിരവധി തവണ ഞങ്ങളിങ്ങനെ അയാളെ വീട്ടിൽ പോയിട്ടും ഒരുപാട് മധ്യസ്ഥന്മാരെ കൂട്ടിപ്പോയിട്ടും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടും ഒരു ഒരു സപ്പോർട്ട് പോലും AU ഓഫീസിന്റെ ഭാഗത്തു നിന്നോ പിന്നെ ഇവരെ ഭാഗത്തു നിന്നോ ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഭാര്യയെ ജോലിയിൽ പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള അതെ, ഭാര്യനെ പുറത്താക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇപ്പോഴും പിന്തുടർന്നു കൊടുക്കുന്നത്. എന്തൊക്കെയാലും വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ രഘുനാഥ് ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. തന്റെ ഭാര്യയ്ക്ക് ഇത്രയധികം മാനസികമായിട്ടുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നു, സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വരുന്നു. അതേസമയം ഇതേ വർഷം ഈ 2025 5-ാം മാസത്തിൽ ഇത്തരത്തിൽ ഈ സ്കൂളിലെ പ്രധാന അധ്യാപികയ്ക്കും 2 അധ്യാപികമാർക്കും എതിരായി കൊണ്ട് നടപടിയെടുക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥൻ നൽകിയ ഉത്തരവ് അതിപ്പോഴും നടപ്പിലാക്കാൻ യാതൊരു താല്പര്യവും ഈ സ്കൂളിന്റെ അധികൃതർ കാണിച്ചിട്ടില്ല എന്നുള്ളത് കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഇത്തരത്തിൽ വലിയ നീതികേടാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ രഘുനാഥ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്കൂളിന്റെ മാനേജറുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അവർ ഇത്തരത്തിൽ ഫോണിൽ തനിക്ക് കാര്യങ്ങളൊന്നും പറയാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. എന്തു തന്നെയായാലും ഇക്കാര്യത്തിൽ ഉചിതമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. നീതി നിഷേധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് നീതി ലഭ്യമാകേണ്ടതുണ്ട്. കോഴിക്കോട് നിന്ന് നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.